ഇപ്പോ കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ജോത്സ്യൻ ചേച്ചി ഇടയ്ക്കൊന്ന് എങ്ങോട്ട് പോയി എന്നുള്ളത്. ചേച്ചി ഒന്ന് ചെറുതായിട്ട് UK വരെ പോയി. എനിക്കൊന്ന് ലണ്ടനിൽ പോകണം തോന്നിയാൽ നേരെ ട്യൂബിൽ കയറുക, ലണ്ടനിൽ ചെല്ലുക. എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും ഇടാം. നമ്മളിങ്ങനെ സിനിമയിലെ കാണുമ്പോ മഞ്ഞ് ഹായ് UK. അതൊക്കെ ശരിക്കും ഈ സൂര്യന്റെ വില. അച്ഛൻ്റെ അമ്മയുടെ മാത്രമല്ല, സൂര്യന്റെ വില വരെ ഞാൻ അറിഞ്ഞു. അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ കൂടെ അല്ലേ പോവാ. എന്നിട്ട് ഓരോ സീനിൽ ഇങ്ങനെ എന്റെ ശബ്ദം, അതെന്റെ ശബ്ദം, അത് കേൾക്കാനാണ് കൂടുതൽ എക്സൈറ്റ്മെന്റ്. ഞാൻ എന്റെ ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഹോംവർക്ക് ബുക്ക് എടുത്തിട്ട് സ്റ്റുഡിയോയില് പോവാ. എന്നിട്ട് വെറുതെ ഒരാവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞ. അത് അദ്ദേഹം ഒരു എന്താ പറയാ സൈക്കോളജിക്കൽ അപ്രോച്ച്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മുറിയിലിരിക്കുമ്പോ ശ്രീകാന്ത് ലാപ്ടോപ്പും വെച്ച് ടൈപ്പ് ചെയ്ത് വെയിറ്റ് എടോ ഞാൻ അയക്കട്ടെ ഉറപ്പാണോ എന്ന് എന്നോട് ഒരു 10 പ്രാവശ്യം ചോദിച്ചു. നമ്മൾ ആദ്യമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ചില സമയത്ത് നമുക്ക് ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്യും. അപ്പോ അതെല്ലാം എന്തായാലും എഫക്റ്റഡ് ആവുമല്ലോ പോകുമ്പോൾ. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, എൻ്റെ മെന്റൽ ഹെൽത്ത് ഒന്ന് എനിക്ക് സൂക്ഷിക്കണം. ഏറ്റവും കൂടുതൽ ഒരു അവൈലബിലിറ്റി വേണ്ടത് കൊച്ചിയിലാണ്, എല്ലാ കാര്യങ്ങളും ഓടിയെത്തണം. അപ്പൊ ഇനിയിപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യും ചേച്ചി? ഇങ്ങനെ കുറെ ഡൗട്ട്സ് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പാർവതിയുടെ ഒബ്സർവേഷൻ വളരെ കറക്റ്റ് ആണ്. അതായത് സിംഗിങ് എന്ന് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി പാടൽ മാത്രമല്ല ഒരു സിംഗറിന്റെ ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ മോഹൻ സിത്താര സാറിന്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഈ റീസെന്റ് ഞാനിങ്ങനെ കാണായിരുന്നു. അപ്പൊ അതില് ചേച്ചി എന്തായാലും ചേച്ചിയെ പറ്റി സംസാരിക്കും. അപ്പൊ ആ സമയം സാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആദ്യം അവള് വന്നപ്പോ എൻ്റെ 2 മേജർ ഹിറ്റ്സ് അദ്ദേഹത്തിൻ്റെയാണ്, സുഖമാണി നിലാവ്, കറുപ്പിനഴക്. എൻ്റെ കരിയർ, എൻ്റെ ജീവിതം മാറ്റിമറിച്ച 2 പാട്ടുകളാണ്. എത്ര നല്ല പെർഫെക്റ്റ് ടെക്നിക്കൽ സിംഗർ ആണെന്ന് പറഞ്ഞാലും രാവിനെന്തു കുളിരല്ലേ, ഉള്ളിലുള്ള പ്രണയം തീയല്ലേ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. നമുക്കൊക്കെ എന്ത് ഇമോഷൻസ് വന്നാലും നമ്മളൊക്കെ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് പാട്ട് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ കേൾക്കാനായിട്ട്. 16ാമത്തെ വയസ്സിൽ മ്യൂസിക് എന്ന് പറഞ്ഞ വേൾഡിലേക്ക് എത്തി നമ്മളെയൊക്കെ ഒരുപാട് പാട്ട് നമ്മളെ ആസ്വദിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെ പാടി എപ്പോൾ കാണുമ്പോഴും നമുക്കൊരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്ന ഒരു വ്യക്തി. എൻ്റെ ഒരു ഫേവറേറ്റ് നമ്മളുടെ സ്വന്തം ജോത്സ്ന ചേച്ചിയാണ് ഇന്ന് ഹാപ്പി ഫ്രെയിംസിൽ എൻ്റെ കൂടെ. ചേച്ചി, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. താങ്ക് യു പാർവതി, താങ്ക് യു. ഇങ്ങനെ കാത്തിരുന്ന് കൊണ്ടുവന്നതാണ് ഞാനിവിടെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു, നല്ല വിശേഷം. എന്താ പറയാ, കംപ്ലൈന്റ് ആയിട്ട് പറയാനൊന്നുമില്ല. നന്നായി പോണം. ഇപ്പൊ സുഖമാണെന്ന് പറയുമ്പോ സുഖമാണി നിലാവാണ് ഏറ്റവും കൂടുതൽ ഓർമ്മ. പക്ഷെ ഞാനത് പാടിക്കുന്നില്ല, കാരണം ചേച്ചി ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ഒരു പാട്ടും അത് തന്നെയായിരിക്കില്ല എല്ലാരും പാടിച്ചിട്ടുള്ളത്. ഇപ്പൊ ടോട്ടൽ ഇപ്പൊ എത്ര പാട്ടുകൾ പാടിയിട്ടുണ്ടാവും ചേച്ചി മൊത്തത്തില്? എനിക്കറിയില്ല കേട്ടോ, സത്യം പറയാൻ ഞാൻ കണക്ക് വെച്ചിട്ടില്ല. എന്തൊക്കെയോ ഒരു കണക്ക് കുറച്ച് നാൾ മുമ്പ് ആരോ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ വിക്കിപീഡിയയിൽ ഇടയ്ക്ക് എടുത്ത് നോക്കുമ്പോ ഇങ്ങനെ കാണാം. പക്ഷെ ഞാനത് ഒരു നമ്പർ വെച്ചിട്ടില്ല. പക്ഷെ പാടിയിട്ടുണ്ട് കുറച്ച് നാളായല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ചധികം പാട്ടുകളുണ്ട്. ഞാൻ നോക്കിയപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിക്കാൻ കറക്റ്റ് എത്ര ഉണ്ട് എന്ന് അറിയാൻ പറ്റുമല്ലോ വിചാരിച്ചിട്ടാണ്. ഇപ്പൊ മോഹൻ സിത്താര സാറിന്റെ കൂടെയാണ് ചേച്ചിയുടെ തുടക്കം ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ചേച്ചി വർക്ക് ചെയ്തിട്ടുള്ള ഒരാള്. അപ്പൊ സാറിന്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഈ റീസെന്റ് ഞാനിങ്ങനെ കാണായിരുന്നു. അപ്പൊ അതില് ചേച്ചി എന്തായാലും ചേച്ചിയെ പറ്റി സംസാരിക്കും. കാരണം സുഖമാണി നിലാവൊക്കെ സാറിന്റെയും ഏറ്റവും നല്ലൊരു ഹിറ്റ് സോങ്സിൽ ഒന്നാണ്. അപ്പൊ ആ സമയം സാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആദ്യം അവള് വന്നപ്പോ നന്നായിട്ട് പാടി. പക്ഷെ നമുക്ക് എവിടെയോ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കൊരു 1 വീക്ക് കഴിഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞ് വീണ്ടും വന്ന് അവള് പാടി. അപ്പോഴും ചെറിയൊരു എന്തോ ഒരു സാധനം ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട്, ചെറിയൊരു മിസ്സിങ്. അപ്പൊ ഞാൻ പറഞ്ഞു ടൈറ്റാനിക്കിലെ സോങ് നീ ഒന്ന് പാടി നോക്കാൻ എന്തോ സാറ് പറഞ്ഞു. അങ്ങനെ ഒരു കഥ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്. അത് എനിക്ക് അതിന്റെ ഫീല് പറഞ്ഞു, കാരണം ഈ പ്രൊഫഷണൽ സിംഗിങ്ങിന്റെ ടെക്നിക്സ് ഒന്നും അറിഞ്ഞൂടല്ലോ. ഒരു ഇങ്ങനെ
ഇതുമാതിരി ആദ്യമായിട്ടാണ് ശരിക്കും ഹെഡ്ഫോൺസ് ഒക്കെ വെച്ച് സ്റ്റുഡിയോയില്, അതും ഇത്രയും വലിയൊരു ഫിലിം പ്രോജക്റ്റിന് വേണ്ടി പാടുക എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം അദ്ദേഹം ഒരു എന്താ പറയാ സൈക്കോളജിക്കൽ അപ്രോച്ച് അത് മ്യൂസിക് ഡയറക്ടറിന്റെ കഴിവാണ്. അപ്പം ഞാൻ ഇതുമാതിരി കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പാടുന്ന മോനങ്കിളിന് അറിയാം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ടൈറ്റാനിക്കിലെ പാട്ട് ഒരു 4 വരി ചുമ്മാ പാടാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് പാടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടിയപ്പോ എന്തോ ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് ഫീലൊക്കെ മാറാൻ തുടങ്ങി. അപ്പൊ അതിലേക്ക് വന്നു, ആ പാട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു സാധനത്തിലേക്ക് വന്നു. അത് മ്യൂസിക്കിലൂടെ തന്നെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാ. ഒരു പക്ഷേ ഇപ്പം സീൻ ഇങ്ങനെയാണ്, ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അത് അങ്ങനെ ഒരു സാധനം ചെയ്തുകൊണ്ടാണ് എനിക്ക് അതങ്ങനെ പാടാൻ പറ്റിയത്. അത് സത്യമാണ്, അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ഈ അടുത്ത ഇന്റർവ്യൂ അപ്പൊ എനിക്കും അതിങ്ങനെ ഷോർട്സ് ആയിട്ട് ഞാൻ കണ്ടപ്പോ അത് കൊള്ളാലോ. അവരുടെയും ഒരു രീതിയാണല്ലോ പെട്ടെന്ന് ചേച്ചിയെ കൊണ്ട് അത് പാടിക്കുക, പിന്നെ ആ ഫ്ലോയിലേക്ക് കൊണ്ടുവരാന്നുള്ളത് സാറിന്റെയും കൂടെ ഒരു ഇതായിരുന്നു. സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു? തുടക്കം തൊട്ടേ എനിക്കൊന്ന് കുറെ നല്ല പാട്ടുകൾ ചേച്ചി വർക്ക് ചെയ്തിട്ടുള്ളത് മോഹൻ സാറിന്റെ കൂടെ. എന്റെ 2 മേജർ ഹിറ്റ്സ് അദ്ദേഹത്തിന്റെയാണ്, സുഖമാണി നിലാവ്, കറുപ്പിനഴക്. ഇത് രണ്ടും ശരിക്കും എൻ്റെ കരിയർ, എൻ്റെ ജീവിതം മാറ്റിമറിച്ച 2 പാട്ടുകളാണ്. അപ്പം ഞാൻ ആദ്യം പാടിയത് തുളസീദാസ് സാറിന്റെ പ്രണയമണിത്തൂവൽ എന്ന് പറഞ്ഞ ചിത്രമാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ സിനിമാ പാട്ടുകളെക്കാളും സത്യം പറഞ്ഞ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് കോറസ്, പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലേ, സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ സമയത്ത് കൊടുക്കുന്ന വോയിസസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ കൂടുതൽ മോഹനങ്കിളുടെ വർക്ക് ചെയ്തിട്ടുള്ളതും. എനിക്ക് വർക്ക് ചെയ്യാൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിലും ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം അതാ. കാരണം നമ്മളൊരു പാട്ട് പാടുന്നതിനേക്കാളും നമ്മളൊരു 100 ഇരട്ടി കാര്യങ്ങൾ പഠിക്കും കോറസ് പാടുമ്പോഴും ഈ റീ റെക്കോർഡിങ്ങിന്റെ വോയിസസ് പാടുമ്പോഴും. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഒന്നാമത് നമ്മൾ ഗ്രൂപ്പായിട്ട് നിന്നാ പാടുക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു മൈക്ക് നടുക്കുണ്ടാവും, ഞങ്ങൾ 5-6 പേര് അതിന്റെ ചുറ്റും നിൽക്കും. അദ്ദേഹം നമുക്ക് നൊട്ടേഷൻസ് തരും. അപ്പോൾ ഒരേ സമയത്ത് ചിലപ്പോൾ പല നോട്ട്സ് മാറി മാറി പാടാനുണ്ടാവും. പിന്നെ ഈ റീ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് ഒരു പടത്തിന്റെ നമ്മൾ ആദ്യം കാണുമ്പോൾ നമ്മൾ കാണുകയാണല്ലോ സ്ക്രീനിൽ, അപ്പൊ വെറുതെ ഡയലോഗ്സും ആക്ടേഴ്സ് അത് അഭിനയിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം അതിന്റെ ബാക്കിൽ ഇങ്ങനെ കമ്പോസ് ചെയ്തിട്ട് ഓരോ സാധനങ്ങൾ വോയിസസ് വന്ന് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കാണുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോഴാണ് ശരിക്കും ഇതിന്റെയൊക്കെ പുറകിൽ എന്തോരം വർക്ക് എഫേർട്ട് ഉണ്ട്. നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുകയില്ല, പക്ഷെ എവിടെയോ നമ്മുടെ മനസ്സിൽ അതൊക്കെ പതിയുന്നുണ്ട്. അതുകൊണ്ട് ആ പടം ആ സീനിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ അടുത്തേക്ക് എത്തുന്നതിന്റെ പിന്നിൽ ഒരു വലിയൊരു ഭാഗം ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനുണ്ട്, വലിയൊരു പങ്ക്. അപ്പോൾ അപ്പൊ ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്ത പടങ്ങള് തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അല്ലേ പോവാ. എന്നിട്ട് ഓരോ സീനിൽ ഇങ്ങനെ എന്റെ ശബ്ദം അപ്പൊ എനിക്ക് അത് കേൾക്കാനാണ് കൂടുതൽ എക്സൈറ്റ്മെന്റ് സത്യം പറഞ്ഞാൽ. അപ്പൊ എന്താ വെച്ചാൽ ഈ കോറസ് വർക്ക് എന്നൊക്കെ സിനിമ പാട്ടിൽ നമ്മൾ പോവും, പാട്ട് പഠിക്കും, പാടും, തിരിച്ചു പോവും. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ രാവിലെ സ്റ്റുഡിയോയിലെത്തും, രാത്രി വരെ ഉണ്ടാവും. പിന്നെ ആ സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ സ്കൂളിൽ ഇപ്പോൾ വീക്ക് ഡേയ്സ് ആണെങ്കിൽ സ്കൂളിൽ പോയിട്ട് സ്കൂൾ സമയം കഴിഞ്ഞ് തിരിച്ച് വന്ന് ഞാൻ എൻ്റെ ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഹോംവർക്ക് ബുക്ക് എടുത്തിട്ട് സ്റ്റുഡിയോയിൽ പോവുക. എന്നിട്ട് അവിടെ സ്റ്റുഡിയോയിൽ വെറുതെ ഒരാവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞ. കുറച്ച് എനിക്ക് എൻ്റെ സാറിനെ എനിക്ക് പേടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഹോംവർക്ക് എന്നിട്ട് ചെയ്തില്ലെങ്കിൽ നല്ല അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ബുക്കും കൊണ്ട് പോവും സ്റ്റുഡിയോയില്. എന്നിട്ട് അവിടെ ബ്രേക്കിന്റെ സമയത്ത് ഇരുന്ന് ഹോംവർക്ക് ചെയ്യും. ചേതന സ്റ്റുഡിയോ തൃശ്ശൂര്. ബ്രേക്കിന്റെ സമയത്ത് ഹോംവർക്ക് ചെയ്യും. എന്നിട്ട് ഇടയ്ക്ക് ടേക്കിന്റെ സമയത്ത് പോയിരുന്ന് അതൊക്കെ ഒരു ഭയങ്കര ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് നമ്മൾ ശരിക്കും അതിൽ കംപ്ലീറ്റ്ലി ഒരു സ്കൂള് പോലെയായിരുന്നു. തൃശ്ശൂർ ചേതന സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, സജി ചേട്ടൻ, ഗണേഷ് ചേട്ടൻ, അവർക്ക് ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടുത്തെ ഹെഡ് ഉണ്ടായിരുന്നു പോളച്ചൻ ഇപ്പം ഹീസ് നോ മോർ. പോളച്ചൻ ഇവരെല്ലാരും കൂടി ഒരു ഫാമിലി പോലെയായിരുന്നു. പിന്നെ ഞാനും ചെറുതാണല്ലോ, അപ്പൊ എനിക്കൊരു കുട്ടി എന്നുള്ളൊരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര രസമായിരുന്നു ആ കാലം. അപ്പൊ മോഹനങ്കിളായിട്ട് എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനത്തെ പാഠങ്ങൾ
ഒരു എഡ്യൂക്കേഷൻ ആയിരുന്നു അദ്ദേഹമായിട്ട് കുറെ നാൾ എനിക്ക് ഉണ്ടായത്. അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അല്ല സിനിമയിലെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലൈഫ് എന്ന് പറയണതും ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് നമ്മളത് ശ്രദ്ധിക്കില്ല. പക്ഷെ സിനിമ കാണുമ്പോ ആ ഫീലില് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളാ. പക്ഷെ അത് എല്ലാരും ചിലപ്പോ ശ്രദ്ധിച്ചു എന്ന് ശ്രദ്ധിക്കില്ല. പക്ഷെ അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. കാരണം ഓരോ ഇമോഷൻസിനനുസരിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. ഇപ്പൊ ഈ പാടുന്ന സമയത്തെ നമുക്ക് ഇപ്പൊ സോങ് പാടുന്ന സമയത്താണെങ്കിലും പാട്ട് ഇങ്ങനെ നമുക്ക് പ്ലേ ചെയ്തിട്ട് പണ്ട് ചേച്ചി തുടക്ക സമയത്തൊക്കെ പാട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ വിഷ്വൽസ് ഒക്കെ കൊണ്ടു തരുമായിരുന്നോ? ഇല്ല, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വിഷ്വൽസ് ഒക്കെ നമ്മൾ ആക്ച്വലി കാണാൻ ഇറങ്ങി കഴിഞ്ഞിട്ടാ. പിന്നെ വല്ലപ്പോഴും ഇതുപോലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാടാനൊക്കെ പോകുമ്പോ ചില സമയത്ത് ചില റീലുകളിലൊക്കെ ഇങ്ങനെ കാണും. പക്ഷെ അല്ലാണ്ട് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടേ കാണുമായിരുന്നുള്ളൂ. ആകെ ഞാന് മറ്റേ പിക്ചറൈസ് ചെയ്തത് കണ്ടത് റഫ്താരയുടെയാണ് കണ്ടത്. റഫ്താര ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എപ്പോഴും ദീപക്കേട്ടൻ്റെ സ്റ്റുഡിയോയിൽ പോയ സമയത്ത് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അല്ലാണ്ട് വേറെ പാട്ട് സീൻ ഞാൻ അങ്ങനെ ഇറങ്ങണതിന് മുമ്പ് കണ്ടിട്ടില്ല. നമ്മളാ ഒന്നും കാണാതെ നമ്മളിരുന്ന് പാടുന്നത്. അപ്പൊ ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ സിംഗേഴ്സ് ആയിട്ടുള്ള. അപ്പൊ അവര് പറഞ്ഞേ നമുക്ക് ഇപ്പോഴും അങ്ങനെയൊന്നും ഇല്ല, നമുക്കിത് തരും, അവര് കറക്റ്റ് നമുക്ക് എന്താണോ വേണ്ട ഇമോഷൻസ് ഒക്കെ പറഞ്ഞു തരും, അതനുസരിച്ച് പാടുക എന്നുള്ളതാണ്. അപ്പൊ എനിക്കിങ്ങനെ ഉണ്ടായി നിങ്ങൾ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടായിരിക്കും പാടുന്നത്. ഇല്ല, നമ്മള് പാടുന്ന സമയത്ത് മിക്കപ്പോഴും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. മിക്കപ്പോഴും പടത്തിന് സോങ് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് വോയിസ് എടുക്കുക. അപ്പൊ അവര് നമുക്ക് ഇത് പറഞ്ഞു തരും, എന്നിട്ട് നമ്മള് പാടും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു ഊഹത്തില് ഇതീ നമ്മള് ഡബ് ചെയ്യില്ലേ സിനിമയ്ക്ക്, അതുമാതിരിയുള്ള ഒരു വോയിസ് ആക്ടിങ് ആണ് സിംഗിങ് എന്ന് പറഞ്ഞാല്. നമ്മള് ട്യൂണില് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് പാടുന്നു, അത്രേ ഉള്ളൂ. ഒരു ഊഹത്തില് പാടും, പിന്നെ അത് ചേർന്നു അങ്ങനെ. ഇപ്പൊ കൊറേ പേര് വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ജോത്സ്യൻ ചേച്ചി ഇടയ്ക്കൊന്ന് എങ്ങോട്ട് പോയി എന്നുള്ളത്. ചേച്ചി ഒന്ന് ചെറുതായിട്ട് UK വരെ പോയിട്ട് ഇപ്പൊ ചേച്ചി തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ വന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിക്കായിരുന്നു ഇനി എന്നാ തിരിച്ചു പോകുന്ന. ഇപ്പൊ ചേച്ചി പറഞ്ഞു ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കേട്ടപ്പോ ഭയങ്കര സന്തോഷായി. കാരണം നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ കുറെ സിംഗേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ എപ്പോഴും കൊച്ചി ഇങ്ങനത്തെ സ്ഥലങ്ങളിലായിരിക്കും നമ്മുടെ വർക്ക്സ് ഒക്കെ കൂടുതൽ നടക്കുക. ചേച്ചി ഇവിടെ നിന്ന് UK പോയപ്പോ ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോഴും ചേച്ചിനെ എപ്പോഴായിരിക്കും വരിക ഇങ്ങോട്ട് എന്നുള്ള കാര്യമായിരുന്നു എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പൊ എനിക്കൊന്ന് 2022 ചേച്ചി അങ്ങോട്ടേക്ക് പോയത്. പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് പയ്യെ നിർത്തി വെച്ച് അങ്ങോട്ടേക്ക് മൂവ് ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ആ ഒരു മൂവിങ് ടൈമില്? അതങ്ങനെ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, വലിയൊരു കഥയാണ്. കാരണം ഒന്നാമത് മൂവ് ചെയ്തപ്പോൾ സ്ഥിരമായിട്ട് അങ്ങോട്ട് പോയി മൈഗ്രേറ്റ് ചെയ്ത് അവിടെ പാസ്പോർട്ട് എടുത്ത് അങ്ങനത്തെ ഒരു പ്ലാൻ എനിക്കും ഇല്ല, എൻ്റെ ഹസ്ബൻഡിനും ഇല്ല. പണ്ടേ നമുക്ക് അങ്ങനെ പുറത്തു പോയി സെറ്റിൽ ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ടും ഒരു ചേഞ്ച് വേണം എന്ന് തോന്നിയത് കൊണ്ടും എന്തോ ആ സമയത്ത് കറക്റ്റായിട്ട് ശ്രീകാന്തിന് ഒരു ഓഫർ വന്നു അവിടുത്തെ ഒരു കമ്പനിയിൽ. അപ്പൊ കൺഫ്യൂഷനിലായിരുന്നു എന്ത് ചെയ്യണം, എടുക്കണോ വേണ്ടയോ. കാരണം സത്യം പറയാൻ ഞാൻ നാട്ടില് ഭയങ്കര ബിസി ആയിരുന്നു ആ സമയത്ത്. സൂപ്പർ 4 ജസ്റ്റ് കഴിഞ്ഞ ടൈമാണ്, ഷോസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോ അതെല്ലാം എന്തായാലും എഫക്റ്റഡ് ആവുമല്ലോ പോകുമ്പോ. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്റെ മെന്റൽ ഹെൽത്ത് ഒന്ന് എനിക്ക് സൂക്ഷിക്കണം. ഏറ്റവും കൂടുതൽ ഒരു അവൈലബിലിറ്റി വേണ്ടത് കൊച്ചിയിലാണ്, എല്ലാ കാര്യങ്ങളും ഓടിയെത്തണം. അപ്പൊ ഇനിയിപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യും ചേച്ചി? ഇങ്ങനെ കുറെ ഡൗട്ട്സ് എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോ. അതാ ഞാൻ ചോദിച്ചത് എന്തായിരുന്നു ചേച്ചി മൂവ് ചെയ്യുമ്പോൾ ഉള്ള കുറെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചേച്ചിക്ക് പോവാനായിട്ട്? റിസ്ക് ആയിരുന്നു, ഭയങ്കര റിസ്ക് ആയിരുന്നു, അതൊരു സംശയമില്ല. ശ്രീകാന്തനോടും മറ്റേ എഗ്രിമെന്റ് അയക്കുന്നതിന് ഒരു 5 മിനിറ്റും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മുറിയിലിരിക്കുമ്പോൾ ശ്രീകാന്ത് ലാപ്ടോപ്പും വെച്ച് ടൈപ്പ് ചെയ്ത് വെയിറ്റ് എടോ ഞാൻ അയക്കട്ടെ ഉറപ്പാണോ എന്ന് എന്നോട് ഒരു 10 പ്രാവശ്യം ചോദിച്ചു. പറഞ്ഞു അയക്കും നമുക്ക് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം, എന്തായാലും പെർമനന്റ് അല്ല, കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു വരും എന്നുള്ളത് തന്നെയായിരുന്നു പ്ലാൻ. അപ്പോ അങ്ങനെ രണ്ടും കൽപ്പിച്ച് പോയി. അവിടെ ചെന്ന് അത് 2 വശം ഉണ്ടടാ. നമുക്ക് ഒരിക്കലും അവിടെയാണ് നല്ലത് ഇവിടെ നല്ലതല്ല, ഇവിടെയാണ് നല്ലത് അവിടെ കൊള്ളൂല, നമുക്ക് ഒരു കമ്പാരിസൺ ഇല്ല. കാരണം അവിടത്തെ നമുക്കൊരു സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാല് ഒന്നിനും ഒരു ഹെൽപ്പ് ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ എന്താ വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളും ഇപ്പം ഞാൻ അവിടെ ചെന്നാലും ഞാൻ പ്രോഗ്രാംസിനായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഞാനിപ്പം നാട്ടില്
ഇന്ത്യയിൽ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ. പക്ഷെ ഞാൻ US, യൂറോപ്പ്, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ് അങ്ങനെ ട്രാവൽ ചെയ്ത് ഷോസ് ഈ പെർഫോമൻസസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ട്രാവല്, വീട്ടിലെ കാര്യങ്ങള്, മോൻ്റെ കാര്യങ്ങള്, അതെല്ലാം. അപ്പൊ എന്താ വെച്ചാല് അവിടെ ഒരു രണ്ടുപേരും ശരിക്കും ഈക്വൽ പാർട്ട്നേഴ്സാണ് ഇൻ എ മാരേജ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് അവിടെ എക്സ്ട്രാ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പുതിയ സ്ഥലം, ആരെയും അറിഞ്ഞൂടാ, അവിടുത്തെ രീതികൾ ഡിഫറെന്റ് ആണ്, വെതർ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണുമ്പോൾ മഞ്ഞ്, നമുക്ക് മറ്റേ നല്ല സ്റ്റൈൽ ജാക്കറ്റ് ഒക്കെ ഇട്ട് അങ്ങനെ നടക്കാന്നൊക്കെ കരുതി. ഇതാ നമ്മൾ താമസിക്കുമ്പോഴല്ലേ അതിന്റെ വ്യത്യാസം അറിയണേ. അതായത് നമ്മൾ ഡേ ഇൻ ഡേ ഔട്ട് എത്രയും തണുപ്പുള്ള ഒരു സ്ഥലത്ത് താമസിക്കുന്ന വെച്ചാൽ ഓരോ സീസണിനും ഓരോ ഇതാണ് ജാക്കറ്റ്, ഓരോ തരം ഷൂസ്, ഓരോ തരം തൊപ്പി, ഓരോ തരം ഗ്ലൗസ്, ഇതെല്ലാം വെക്കുമ്പോ തന്നെ വീട്ടിലെ സ്ഥലം മുഴുവൻ തീരും. നാട്ടിലൊരു ചപ്പലൊക്കെ ഇട്ട് പുറത്തു പോയാൽ. പിന്നെ എന്താ വെച്ചാൽ സൂര്യനില്ല, ഭയങ്കര എപ്പോഴും ഇങ്ങനെ ഓവർകാസ്റ്റ് ആണ്. സമ്മറിൽ കുറച്ച് നാളെ ശരിക്കും പ്രോപ്പർ സൺലൈറ്റ് കിട്ടുള്ളൂ. വിന്റർ ആയി കഴിഞ്ഞാൽ ഒരു ഒക്ടോബർ, സെപ്റ്റംബർ, ഒക്ടോബർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കും. പിന്നെ ഇരുട്ടാണ്, മൊത്തം ഇരുട്ടാണ്. അപ്പൊ എന്താ വെച്ചാൽ അതൊക്കെ ശരിക്കും ഈ സൂര്യന്റെ വില, അച്ഛൻ്റെ അമ്മയുടെ മാത്രമല്ല സൂര്യന്റെ വില വരെ ഞാൻ അറിഞ്ഞു. സൂര്യന്റെ വില, അതായത് ഈ സൺലൈറ്റ് വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വരുന്ന ആ ഒരു ഇമ്പാക്ട് വളരെ വലുതാണെന്നുള്ളത് അവിടെ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കി. നമ്മളെ അവിടെ സീസണൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നെ ഉണ്ട്. അതായത് ആ സമയം സൺലൈറ്റ് ഇല്ലാണ്ടാവുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനൊക്കെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ പലപ്പോഴും അതിനു വേണ്ടി സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കും ആളുകൾ. ഡി ഒക്കെ നല്ലോണം സപ്ലിമെന്റ് ചെയ്യണം ബോഡിയിൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പുതുമയാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ചില സമയത്ത് നമുക്ക് ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്യും, അതെല്ലാം ഉണ്ടാവും. പക്ഷേ അവിടുത്തെ നല്ല വശം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നല്ല വൃത്തിയുള്ള സ്ഥലങ്ങള്, ഈ പറഞ്ഞ ആളുകളൊക്കെ വളരെ മര്യാദയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറും. ഒരു സ്ഥലത്ത് പോയാൽ ക്യൂ നിൽക്കണമെങ്കിൽ കൃത്യമായിട്ട് ക്യൂ നിന്ന് കാര്യങ്ങൾ ചെയ്യുള്ളൂ. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ഭയങ്കര എഫക്റ്റീവ് ആണ് അവിടെ. നമുക്കൊരു കാര്യം നടത്തണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ എല്ലാ നെയ്ബർഹുഡിലും ഒരു പാർക്കുണ്ട്, നിറയെ മരങ്ങൾ, നിറയെ പച്ചപ്പ്, അങ്ങനെ അതുകൊണ്ടൊക്കെ എന്തോരം ഗുണങ്ങളുണ്ടെന്നുള്ളത്. അപ്പം എനിക്കൊന്ന് പിന്നെ ഒരു അനോണിമിറ്റി. എനിക്ക് ഇടയ്ക്കൊന്ന് ഞങ്ങൾ ലണ്ടൻ്റെ തൊട്ട് പുറത്തായിട്ടാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ട്യൂബ് കണക്ഷൻ ഉണ്ട്. ഒരു 40 minutes ട്യൂബ് റൈഡ് പോയാൽ എനിക്ക് ലണ്ടൻ സിറ്റിയിലെത്തും. അപ്പോൾ എനിക്കൊന്ന് ലണ്ടനിൽ പോകണം തോന്നിയാൽ നേരെ ട്യൂബിൽ കയറുക, ലണ്ടനിൽ ചെല്ലുക, എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും ഇടാം, എന്ത് വേണമെങ്കിലും കഴിക്കാം. അത് ആരും ഒന്നും ചോദിക്കാനും പറയാനും വരും. അപ്പം ഈ ലോകം എത്ര വലുതാണെന്നും എത്ര തരത്തിലുള്ള ആളുകൾ ഈ ലോകത്തുണ്ടെന്നും, അവിടെ പോയാൽ പല കൾച്ചറിലുള്ള ആളുകളുണ്ട്, പല തരത്തിൽ നടക്കുന്ന ആളുകളുണ്ട്. അതൊന്നും ആർക്കും ഒരു വിഷയമേ അല്ല. ആരും ആരുടെയും കാര്യം അന്വേഷിക്കുന്നില്ല. ഒരു പേഴ്സണൽ ഫ്രീഡം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര അത് നമ്മള് അതിൻ്റെ ഒരു സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മളത് അപ്പോഴേ ശരിക്കും ഞാനൊക്കെ അത് അനുഭവിക്കുന്ന അപ്പോഴാണ്. കാരണം ഇപ്പം ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ അപ്പൊ അതുകൊണ്ട് പബ്ലിക് ഫിഗർ കൂടെ എന്തായാലും അതാണ്. അപ്പൊ അവിടെ ആ ഒരു ഫ്രീഡം ഉണ്ട്. പിന്നെ അവിടെ നിറയെ ഹിസ്റ്ററി ഉണ്ട്, ഭയങ്കര. അപ്പൊ നിറയെ ഈ പാലസസ്, കാസിൽസ്, മ്യൂസിയംസ്. എനിക്ക് പൊതുവേ ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഇതുപോലത്തെ സ്ഥലങ്ങൾ പോവാനും കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ ചെന്ന് വളരെ നല്ല ആളുകളെ പരിചയപ്പെടാൻ, നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള 2 നല്ല ഫാമിലീസ്. ഞങ്ങൾ അവിടെ ചെന്ന ഉടനെ ഞങ്ങളെ അവിടെ നിന്ന് സെറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്തതൊക്കെ അവരാണ്. അപ്പോൾ അതൊക്കെ വളരെ. പിന്നെ അവരുടെ ഒരു ലൈഫ് എങ്ങനെയാണെന്നും, നമ്മൾ വിചാരിക്കുമോ UK താമസിക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയിൽ താമസിക്കുന്നു, സുഖജീവിതം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ വിചാരിക്കില്ല. പക്ഷെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അപ്പൊ ഭയങ്കര ഒരു പേഴ്സ്പെക്റ്റീവ് കിട്ടി. അതായത് നമ്മുടെ നാട്ടിലെ എന്തൊക്കെയാണ് ഗുണങ്ങള്, നമ്മളിങ്ങനെ ഈ പുറത്തെ രാജ്യത്ത് നമ്മൾ പോയി താമസിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പുറത്തുനിന്ന് ഒരു വിഷൻ കിട്ടി എനിക്ക്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ലേണിംഗ്
ലേണിംഗ് കർവ് ആയിരുന്നു ശരിക്കും. അത് ഭയങ്കര എനിക്ക് തോന്നുന്നു എല്ലാവരും റെക്കമെൻഡ് UK പോണെന്നല്ല ഞാൻ പറയണേ, ഒരു എനിക്ക് പറ്റുന്നുണ്ട് ഞാനിപ്പോ UK പോണെന്നല്ല, പക്ഷെ ഒരു ഇഫ് പോസിബിൾ അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നത് എല്ലാവർക്കും നല്ലതാ. കാരണം ഇപ്പൊ എല്ലാവരും ഒരു തിരക്കാണല്ലോ, ഇങ്ങനെ ഓട്ടാണ്. ഇപ്പൊ നമ്മൾ ഫോൺ തുറന്നാലും രാവിലെ നമ്മൾ ഫോൺ എടുക്കും, അതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 100 പേര് 100 അഭിപ്രായം പറയും. അയാൾക്ക് ഇത് പറ്റി, ഇയാൾക്ക് ഇത് പറ്റി, ഞാൻ പുതിയ വണ്ടി വാങ്ങിച്ചു, ഞാൻ പുതിയ വീടെടുത്തു, ഞാനത്. ഇതിനൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടേ. അപ്പൊ ദർ ഇസ് സോ മച്ച് കെയോസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് ഇതിൽ നിന്നൊന്ന് ഡിസോസിയേറ്റ് ചെയ്ത് കുറച്ച് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്താൽ നമുക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരുപാട് പെർസ്പെക്റ്റീവ് കിട്ടും നമ്മൾ മാറി നിന്ന് ചിന്തിക്കുമ്പോൾ. ഞാൻ ഒരു കോഴ്സ് ചെയ്തു എൻ്റെ ഇടയിൽ അവിടെ ചെന്നിട്ട്. ഞാൻ കണ്ടു ആ ഒരു റീല് ചേച്ചി കുറിച്ച് പറഞ്ഞിട്ട്. അതെ, ഞാൻ ലൈഫ് കോച്ചിങ് സർട്ടിഫൈഡ് ലൈഫ് കോച്ചാണ്. എനിക്കൊരു കോച്ച് ആവശ്യമാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും. അല്ല, അത് ചേച്ചി ഒരു സൈഡില് പിന്നെ പഠിച്ചപ്പോ അതൊന്ന് സീരിയസ് ആയിട്ട് എടുത്തായിരുന്നോ? ഞാൻ ആക്ച്വലി എനിക്ക് കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരുന്നു, ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം എന്ന് തോന്നിയ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ വെച്ചു എൻ്റെ ഒരു സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ കോഴ്സ് പഠിച്ചു തുടങ്ങിയത്. പക്ഷെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത് ഒരു US ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, INLP എന്ന് പറഞ്ഞിട്ട്. അതിൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അമേരിക്ക, യൂറോപ്പ്, ഇന്ത്യ, ഏഷ്യയിലുള്ള ഏഷ്യൻ കൺട്രീസിലുള്ള ആളുകൾ, അങ്ങനെ ഒരു എല്ലാ ഡൈവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇവരെല്ലാവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കോച്ചിങ് ചെയ്യും. അപ്പം നമുക്ക് ഇത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരു ക്ലോസ് ടു 2 years ആണ് ഞാൻ UK ഉണ്ടായിരുന്നത്. പക്ഷേ ഇറ്റ് ഫീൽസ് ലൈക്ക് ഒരു 10 years എനിക്ക്. കാരണം അത്രയും ന്യൂ എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു, അത്രയും പുതിയ കാര്യങ്ങൾ പഠിച്ചു. അപ്പം ഇപ്പം ഞാനത് സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ പ്രാക്ടീസ് ചെയ്യണം, ഇനിയും കുറച്ച് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ്. ഫ്രണ്ട്സും ഫാമിലി ക്ലയൻസ് ഒക്കെ ഉണ്ട് ഇപ്പൊ, ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പൊ ഈ സമയത്തൊക്കെ ചേച്ചി ആ സൂപ്പർ 4ന്റെ വീഡിയോസ് ഒക്കെ എടുത്തിരുന്നൊക്കെ കാണണ്ടായിരുന്നു. ഭയങ്കര സ്ട്രെസ് റിലീഫ് ആയാണ് പലർക്കും. ഇപ്പോഴും ഞാൻ വന്നപ്പോഴും ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മള്. കാരണം എന്റെ ഫ്രണ്ട്സ് അടക്കം ഒത്തിരി പേര്, ഇപ്പൊ നിങ്ങളുടെ ഈ ഫീൽഡിൽ തന്നെ ഉള്ളവർ പോലും പറയണത് ഭയങ്കര രസമാണ് അത് കാണുമ്പോ. റിപ്പീറ്റ് അടിച്ച് അതിന്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ സൂപ്പർ 4 എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ വേറെ എന്തോ ഒരു വേൾഡായി മാറിയിട്ടുണ്ടായിരുന്നല്ലേ ചേച്ചി? ഉറപ്പായിട്ടും സൂപ്പർ 4 ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല അത് ഇങ്ങനെ ഒരു സംഭവം ആവുന്ന. പക്ഷെ അതില് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ കാര്യം എന്താ വെച്ചാല്, ഞങ്ങളെ കാണാൻ ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ള ഒരു 90% പേരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അത് കോവിഡ് സമയത്താണ് ശരിക്കും ടെലികാസ്റ്റ് തുടങ്ങിയത്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ആ ഒരു കോവിഡ് സമയത്ത് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്കൊരു ഭയങ്കര ഇതേമാതിരി സ്ട്രെസ് റിലീഫായിരുന്നു. ഞങ്ങൾ രാത്രി ഞങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇത് എടുത്ത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ആയിരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത് കാണുന്നവർക്ക് ഞങ്ങളൊക്കെ ഒരു വീട്ടിലെ ആളെ പോലെയാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും. ഞങ്ങളെ കുറെ കാലമായിട്ട് പരിചയമുള്ള മാതിരിയാണ് വന്ന് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. ചേച്ചി പാവമൂലക്ക് കിട്ടുന്നതൊക്കെ വാങ്ങിക്കും, ഇടയ്ക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് പറയും, അത്രേ ഉള്ളൂ. ഞാൻ അത്ര വിറ്റിയല്ല. അതായത് ഇപ്പം വിധുവും റീമിയും ഈവൻ സിത്തു എന്നുവെച്ചാ ടപ്പ് ടപ്പ് എന്നുള്ള കൗണ്ടറുകളൊക്കെ ഞാൻ ചളി അടിച്ചാലും അവിടെ നിന്ന് ഉരുണ്ട് കയറും എങ്ങനെയെങ്കിലും. അത്ഭുതപ്പെട്ടിരുന്ന് കണ്ടിട്ടുണ്ട് ഞാൻ ഇവരെ കൊണ്ട് എങ്ങനെ ഇത് സാധിക്കുന്നത്. ഞാൻ ചിരിക്കാനായിട്ടാ പോണേ. അപ്പൊ എനിക്കും ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു, കാണുന്നവർക്കും ഭയങ്കര ഇഷ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. അത് വീണ്ടും വരട്ടെ. ഞാൻ ചേച്ചിയോട് ചോദിക്കാൻ, ചേച്ചി അടുത്ത സീസൺ വരുന്നുണ്ടോ, എപ്പോ വരും നിങ്ങൾ 4 പേരും കൂടെ എന്ന്. ഇനിയിപ്പോ ചേച്ചി ഇവിടെ ഉള്ള സ്ഥിതിക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം മഴവില് അല്ലേ? ഓക്കെ ചേച്ചി, ഇപ്പൊ കുറെ നല്ല സോങ്സ് ഞാൻ ആദ്യമേ പറഞ്ഞു, കുറെ പാട്ട്. ഇപ്പൊ ഇനീഷ്യൽ ടൈം അല്ലെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ചേച്ചിയുടെ സോങ്സ് എടുക്കാനുള്ള സെലക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു ചേച്ചിയുടെ?
ഇൻ ദ സെൻസ് ഒരു സോങ് ചേച്ചിക്ക് വരുമ്പോ അതിപ്പോ നമ്മളിപ്പോ സിനിമ വരുമ്പോ നമ്മള് ചില ആർട്ടിസ്റ്റുകൾ വേണോ വേണ്ടേ എന്നുള്ളൊരു ആലോചനയാണ്. ഇപ്പൊ മ്യൂസിക്കിൽ ചേച്ചിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ടോ ശരിക്കും? പ്ലേ ബാക്കിൽ ആക്ച്വലി അങ്ങനെ ഒരു ചടങ്ങില്ല. ഞാനിപ്പോ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കമ്പോസർ എന്നെ വിളിച്ച് ജ്യോത്സ്ന നാളെ ഒരു പാട്ട് പാടാൻ വരണം എന്ന് പറയുമ്പോ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇത് ഏതാണ് പടം, ഏതാണ് പാട്ട്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അറിയുള്ളൂ. അങ്ങനെ ഒരു രീതി ഇല്ല. ഒരു സിനിമ പോലെ നമ്മൾ മാസങ്ങളോളം കമ്മിറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു സാധനം അല്ലല്ലോ പ്ലേ ബാക്ക്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിളിക്കുമ്പോ പോയി പഠിച്ചിട്ട് അപ്പൊ അവരതിന്റെ സിറ്റുവേഷനും ഇതൊക്കെ പറഞ്ഞുതരും, കുറച്ച് കഥയൊക്കെ പറഞ്ഞുതരും സിനിമയുടെ, അങ്ങനെ പാടും എന്നല്ലാണ്ട്. അപ്പൊ സിനിമയില് അങ്ങനെ ഒരു ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ അല്ലാണ്ടുള്ള വർക്ക് ഉണ്ടല്ലോ, ഇപ്പൊ ഇപ്പം ഔട്ട്സൈഡ് ഓഫ് സിനിമ ഈ ആൽബം സോങ്സ് ചെയ്യുമല്ലോ. അപ്പൊ പലരും കമ്പോസ് ചെയ്ത് എഴുതി, ഒരാൾ കമ്പോസ് ചെയ്ത് ഒരാൾ എഴുതി ഇങ്ങനെ പാട്ട് പാടാനായിട്ട് വിളിക്കും. അപ്പൊ ഞാൻ പറയും എനിക്ക് പാട്ടൊന്ന് നേരത്തെ അയച്ചു തന്നാല് ഞാൻ കേട്ട് നോക്കും, എന്റെ ഒരു വോയിസ് ടെക്സ്ചറിനും സ്റ്റൈലിനും ഒക്കെ പറ്റിയ പാട്ടാണെങ്കിലേ ഞാൻ പാടുള്ളൂ. ഫിലിമിന് അങ്ങനെ ഒരു ഇതില്ല, അങ്ങനെ ഒരു പ്രവണത ഇല്ല, ആരും ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ ഒരു ന്യൂ സോങ് ചെയ്യുന്ന സമയം ചേച്ചിയുടെ ഒരു ക്രിയേറ്റീവ് പ്രോസസ് ഒക്കെ എന്തൊക്കെയാ അതിനകത്ത് വരാറുള്ളത് ചേച്ചിയുടെ സൈഡിൽ നിന്ന്? ഇപ്പൊ ഞങ്ങൾ ഓരോ സ്റ്റെപ്പ് ഓഫ് ദ വേ പോകുന്തോറും ഐ ഫീൽ സിംഗറിന്റെ കോൺട്രിബ്യൂഷൻ, ഒരു സിംഗറിന്റെ ഒരു വളർച്ച അനുസരിച്ച് നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഇങ്ങനെ കൂടി വരും. അങ്ങനെ നമ്മൾ കൂടുതൽ പഠിക്കും, കൂടുതൽ ടെക്നിക്സ് പഠിക്കും, കൂടുതൽ നമ്മളിങ്ങനെ അതിന്റെ കാര്യങ്ങൾ കൂടുതൽ പഠിച്ച് വരാണല്ലോ. അപ്പൊ നോർമലി ഇപ്പൊ ഒരു പാട്ട് കിട്ടിയാൽ ആദ്യം നമ്മൾ എന്താണ് ഫീൽ ഉദ്ദേശിക്കുന്നത് അത് ചോദിക്കും. പിന്നെ ചില പാട്ടുകൾക്ക് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റൈലിൽ പാടാം എന്ന് തോന്നുകയാണെങ്കിൽ ആ സ്റ്റൈലും വേറൊരു ഓപ്ഷണൽ സ്റ്റൈലും കൂടി പാടും ആദ്യം. എന്നിട്ട് കമ്പോസറിന് ഓക്കെ ആണോ നോക്കിയിട്ട് ആ ഉള്ള ഒരു ഏതാ അവർക്ക് ഇഷ്ടമായതെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റൈലിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ ബാക്കി പാടും. പിന്നെ ചില വാക്കുകള് ഇപ്പൊ എന്തെങ്കിലും പ്രത്യേകതയുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ന്യൂആൻസസ് കൊടുക്കണമെങ്കിൽ അത് ഓപ്ഷൻ, ഇപ്പൊ എന്താ വെച്ചാൽ കുറെ ഓപ്ഷൻസ് പാടാനുള്ള ഒരു ടെക്നോളജി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിലപ്പോ ഒരേ സ്റ്റാൻസ തന്നെ അല്ലെങ്കിൽ ഒരേ ലൈൻ തന്നെ ചിലപ്പോ മൾട്ടിപ്പിൾ ടൈംസ് പല സ്റ്റൈലിൽ പാടിയൊക്കെ ഇടും. എന്നിട്ട് അവർക്ക് അതിൽ നിന്ന് കേട്ടിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടെച്ചാല് അത് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇന്ന്. ഇതൊക്കെ ഓപ്ഷൻ, അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻസ് പാടി ഇടാനുള്ള ഒരു സാധനം വരുന്നത് നമുക്ക് ഓവർ എക്സ്പീരിയൻസ്, ഓവർ പീരീഡ് ഓഫ് ടൈം പല തരത്തിലുള്ള പാട്ടുകൾ പാടി കേട്ട് അങ്ങനെയൊക്കെ വരുന്നതാണ്. അങ്ങനെ ഇനീഷ്യൽ ടൈമിലൊക്കെ ഇപ്പൊ ചേച്ചിയുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓപ്പൺ ആയിട്ട് ചേച്ചി പറയായിരുന്നു? പാടാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇല്ല, ഇനീഷ്യലി അങ്ങനെ ധൈര്യം ഇല്ലായിരുന്നു. നമ്മൾ ആദ്യമൊക്കെ അത് ഞാനൊക്കെ പാടി തുടങ്ങിയ സമയത്ത് ഇപ്പൊ മോഹൻ അങ്കിള്, ജയേന്ദ്രൻ സാറ്, രവീന്ദ്ര മാഷ്, ജാസിയേട്ടൻ പിന്നെയും കുറച്ചുകൂടെ കൂളായിരുന്നു. ബാക്കി എല്ലാവരും ലൈക് സൂപ്പർ സീനിയർ ആയിട്ടുള്ള ഔസേപ്പച്ചൻ സാറ്, എല്ലാരും വളരെ സ്നേഹത്തോടെയാണ് പാട്ട് എടുക്കുന്നതൊക്കെ. പക്ഷെ നമുക്കൊരു ഇപ്പോഴും ഒരു എന്തായാലും ഒരു നെഞ്ചെടുപ്പ് ഉണ്ടാവുമല്ലോ, കാരണം നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഇവര് നമ്മളെ ഇത് ഏൽപ്പിച്ച് പാടുമ്പോൾ നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റുമോ എന്നുള്ളൊരു ഭയങ്കര ഒരു സാധനം ഉണ്ട് നമ്മുടെ മനസ്സിൽ. കോൺഫിഡൻസ് ഇല്ലല്ലോ, ചെറുതല്ലേ, എക്സ്പീരിയൻസ് കൂടിയേ നമുക്ക് കോൺഫിഡൻസ് വരുള്ളൂ. ഇപ്പൊ എന്റെയൊക്കെ ഞാൻ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഈ സിംഗേഴ്സ് ഇതിലുള്ളതുകൊണ്ട് നമ്മളുടെയൊക്കെ ഡിസ്കഷനിൽ വരുമ്പോ അവരൊക്കെ പറഞ്ഞു, ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചേച്ചി പാട്ട് സിംഗേഴ്സിനൊന്നും ആ പാട്ട് മാത്രം പാടിയാൽ മതിയായിരുന്നു. ഇപ്പൊ കുറച്ചൊക്കെ ഇപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കമ്പോസ് ചെയ്യാനായിട്ട് പഠിക്കണം പാട്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കണം, അവരുടേതായ കുറെ എഫേർട്സ് നമ്മൾ എല്ലാം ഇപ്പോൾ സോങ് കംപ്ലീറ്റ് എങ്ങനെയാണോ വരുന്നത് ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ. അപ്പൊ അവർ തന്നെ പറയും പ്ലേ ബാക്ക് സിംഗർ ആണ്, പാടിയിട്ടുണ്ടെങ്കിലും സ്റ്റേജ് ഷോസ് ചെയ്യുന്നു, പല പാട്ടുകൾ പോയി പാടുന്നു, അതല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറൊരു ലോകം ഇല്ല. അപ്പൊ അതിന് വേണ്ടിയുള്ള എഫേർട്സ് ആണ് ഇപ്പൊ ഞാൻ നടന്നുകൊണ്ടിരിക്കണേന്നൊക്കെ അവരെന്റെ അടുത്ത്, അതായത് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കൽ ഒരു മ്യൂസിഷ്യൻഷിപ്പ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളൊരു കാര്യം. ചേച്ചി അത്തരം കാര്യങ്ങൾക്ക് എന്തൊക്കെയാ എഫേർട്സ് ഇടാറുള്ളത്? ഇപ്പൊ ചേച്ചി ഒരുപാട് ചെയ്ത് തുടങ്ങിയല്ലോ, കുറെ കാര്യങ്ങൾ ചെയ്തല്ലോ. ഞാൻ ആക്ച്വലി കുറെ കാലമായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്താ വെച്ചാല് എനിക്കിപ്പോ ഞാനൊക്കെ എന്റെയൊക്കെ ചെറുപ്പകാലം എന്ന് പറയുന്നത് 90s ആണ്, ഏർലി 90s. ആ സമയത്ത് നിറയെ ആൽബംസും നിറയെ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് വീഡിയോസ് ഒക്കെ നിറയെ വരുമായിരുന്നു. ഇപ്പൊ ഈവൻ ഇപ്പൊ ശങ്കർജിയുടെ പാർവതിയൊക്കെ ജനിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. ബ്രെത്ത്ലെസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല.
കൊളോണിയൽ കസിൻസ് കേട്ടിട്ടുണ്ടോ? ഈ ബ്രെത്ത്ലെസിന്റെ ഒക്കെ കുറെ ഡാൻസ് വീഡിയോസ് പോലത്തെ ഞാൻ ഇപ്പൊ കണ്ടിട്ടുണ്ട്. കുറേശ്ശൊക്കെ കൊളോണിയൽ കസിൻസ് കേട്ടിട്ടുണ്ടോ? ഹരിഹരൻ ഹരിജിയും ലെസ്ലി ലൂയിസും കൂടി തമ്മിലൊരു ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ആക്ച്വലി ഇതുപോലെ കുറെ ബാൻഡ്സും കുറെ സിംഗേഴ്സും ഒരിടയ്ക്ക് നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിറയെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കേട്ടാണ് എൻ്റെ കുട്ടിക്കാലം ശരിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതുപോലെ ഞാൻ പ്ലേ ബാക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് എപ്പോഴും എൻ്റെതായിട്ടുള്ള സാധനങ്ങൾ ചെയ്യണം എന്നുള്ളൊരു പേർപ്പസ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഞാനൊരു ഡിവോഷണൽ ആൽബമാണ് ചെയ്തത്, മായക്കണ്ണ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കൃഷ്ണ ദി ഇറ്റേണൽ എന്ന് പറഞ്ഞിട്ടൊരു മെഡിറ്റേഷൻ ആൽബം ചെയ്തു. പിന്നെ ഇനി വരുമോ എന്ന് പറഞ്ഞിട്ടൊരു സിംഗിള് ചെയ്തു. പിന്നെ പറന്നേ ചെയ്തു. പിന്നെ സെന്യൂറീറ്റ. അപ്പൊ അങ്ങനെ കോഫി മഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള ജോണറിൽ എനിക്ക് അപ്പൊ തോന്നുന്ന പോലെ കമ്പോസ് ചെയ്ത് എഴുതി എല്ലാം എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഞാൻ അങ്ങനെ ചെയ്തിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഫുൾ ഇതുമാതിരി ഞാൻ. അപ്പം ഇപ്പൊ പാർവതിയുടെ ഒബ്സർവേഷൻ വളരെ കറക്റ്റ് ആണ്. അതായത് സിംഗിങ് എന്ന് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി പാടൽ മാത്രമല്ല ഒരു സിംഗറിന്റെ ലൈഫ് എന്ന് പറയുന്നത്. ഒരിടയ്ക്ക് അതിന് ഭയങ്കര പ്രോമിനൻസ് ആയിരുന്നു. കാരണം സിനിമകളും അതുപോലെയായിരുന്നു. പാട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി സിനിമ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോ എത്രയും ഇപ്പോൾ 6-7 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പാട്ട് അതിനു വേണ്ടി പ്രത്യേകം പിക്ചറൈസ് ചെയ്യുക, അതൊക്കെ ഒരു കാലമായിരുന്നു. പക്ഷെ ഇനി ആ കാലമൊന്നും ഇല്ല, കഴിഞ്ഞു. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ പാട്ടുണ്ടെങ്കിൽ തന്നെ ഫുൾ പാട്ട് പാടിയാലും സിനിമയിൽ വരുമ്പോൾ അതിന്റെ പകുതി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ റീ റെക്കോർഡിങ് പോലെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം പാട്ടിങ്ങനെ പോകാനായിട്ട്. അപ്പം ഫിലിം സോങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇനി പതുക്കെ 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 മലയാളം സിനിമയുടെ സ്റ്റൈലും എല്ലാം മാറിയല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സാധനം ഇനിയിപ്പോ പതുക്കെ പതുക്കെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇറ്റ് ജസ്റ്റ് ഡിസപ്പിയർ ആഫ്റ്റർ സം ടൈം. അപ്പൊ അതുകൊണ്ട് ഒരു സിംഗറിന്റെ ഒരു പറയുന്നത് അവരുടെ ഇൻഡിപെൻഡന്റ് വർക്കാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പുറത്തുള്ള ആർട്ടിസ്റ്റുകളെ നോക്കിയാൽ, ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ വെസ്റ്റേൺ ആർട്ടിസ്റ്റുകളെ നോക്കിയാൽ അവർ തന്നെ അവരുടെ പാട്ടുകൾ എഴുതുന്നതും കമ്പോസ് ചെയ്യുന്നതും ഈവൻ പ്രൊഡക്ഷൻ വരെ. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ മറ്റേ ഇൻസ്ട്രുമെന്റ്സ് അറേഞ്ച് ചെയ്യുന്നതും എല്ലാം അവരാണ്. ദാറ്റ് ഈസ് വെൻ യു ബിക്കം എ ട്രൂ മ്യൂസിഷ്യൻ. അപ്പൊ അതുകൊണ്ട് പ്രൊഡക്ഷൻ ഞാനിപ്പോ ചെറുതായിട്ട് ഇങ്ങനെ അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. കാരണം അത് ഭയങ്കര ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ പക്ഷെ കമ്പോസിങ്ങും എഴുത്തും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്ന ഭാഷ എന്നൊന്നുമില്ല എനിക്ക്. ഇപ്പൊ ഈ അടുത്ത ഡിസംബറിൽ ഞാനൊരു ഹിന്ദി ഒരു സിംഗിള് ചെയ്തിട്ടുണ്ടായിരുന്നു. സച്ചിൻ വാര്യരെ ഫീച്ചർ ചെയ്തിട്ട് ഒരു സിംഗിള് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ വെച്ചാൽ എനിക്ക് എന്താണോ ഇഷ്ടം, പല സ്റ്റൈലുകൾ കേൾക്കാനും പാടാനും ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു സമയത്ത് ഒരു ഇൻസ്പിറേഷൻ തോന്നിയാൽ എഴുതും, കമ്പോസ് ചെയ്യും. പിന്നെ ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്ത് അതെന്റെ യൂട്യൂബ് ചാനലിൽ ഇടും. ആരെങ്കിലും കാണുകയാണെങ്കിൽ കാണട്ടെ, ഇല്ലെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു ചാനലുണ്ട്, ജ്യോത്സ്ന ഒഫീഷ്യൽ, ഒരു പ്രൊമോഷൻ ഇരിക്കട്ടെ. പക്ഷെ അതില് എല്ലാം മ്യൂസിക് കണ്ടന്റ് ആണ്. ഇതുമാതിരി കവേഴ്സും ഒറിജിനൽസും മാത്രമേ ഉള്ളൂ. നല്ല ക്വാളിറ്റി വീഡിയോസ് ചേച്ചി ചെയ്യുന്നൊക്കെ. ഇപ്പൊ ദീപ്തി ചേച്ചിയുടെ ഒക്കെ കൂടെ പാട്ട് മാത്രമല്ല അഭിനയിക്കാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. മായിക ഭയങ്കര ഒരു ഡ്രീം ഒരു പ്രോജക്റ്റ് ആയിരുന്നു അങ്ങനെ. അപ്പൊ എന്താ വെച്ചാല് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പറയുന്ന മ്യൂസിക് കണ്ടന്റ് മാത്രമുള്ള ചാനൽ ആയതുകൊണ്ട് അത്രയും മ്യൂസിക് ഇഷ്ടമുള്ളവർ മാത്രമേ അതിലേക്ക് അങ്ങോട്ട് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് പക്ഷെ അതെനിക്ക് വിഷയമല്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചിലവര് പറയും ചാനൽ റെഡിയാക്കി എടുക്കണം, കണ്ടന്റ് ഇടും. അപ്പൊ വെറുതെ ഇരുന്ന് ഇങ്ങനെ കണ്ടന്റ് വരില്ലല്ലോ. ഇത് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ലേ. വെറുതെ ചെയ്യാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് വെറും വൃത്തികേടാവും. അപ്പൊ അതുകൊണ്ട് പിന്നെ കുറ്റങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പൊ അതിനും പേര് നന്നായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യണം നല്ലത്. അപ്പൊ ഇനി കുറെ വരുന്നുണ്ട് തോന്നണല്ലേ? ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പൊ ജോയ്സ്ന ഒഫീഷ്യൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പൊ പണ്ടത്തെ വെച്ചാൽ ഇപ്പൊ ഫോൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒക്കെ വരണം ആ ടൈം. ഇപ്പോഴാണ് അതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടൊക്കെ വന്നത്. അപ്പൊ അതിന് മുന്നേ തുടങ്ങിയ ആളുകളൊക്കെയാണ് ചേച്ചി, മഞ്ജരി ചേച്ചി, ജോൾസ്ന ചേച്ചി, സൈനോര ചേച്ചി, നിങ്ങൾ കുറെ ആളുകൾ. പക്ഷെ അതിന് മുന്നേ ഉള്ളതാണ് നമ്മുടെ സുജാത ചേച്ചി, ചിത്ര. അപ്പൊ അവര് കഴിഞ്ഞ് വരുന്ന ജനറേഷൻ ആണ് നിങ്ങള്. അപ്പോ ആ സമയത്തുള്ള ടെക്നിക്സും ഇപ്പം തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാനിപ്പോ അവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ആ സമയത്തൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ പാട്ട്
പാട്ട് ചിലപ്പോൾ പാടേണ്ടി വരും. ഇപ്പൊ ഡുവറ്റ് പാടുകയാണെങ്കിൽ അവരുടെ കൂടെ നിന്നിട്ടും ഒറ്റ സ്ട്രെച്ചിൽ പാടേണ്ടി വരും. പക്ഷെ ഇപ്പൊ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, ഒരു സെന്റൻസ് പാടാം, ചിലപ്പോൾ ഒരു വേർഡ് ആയിട്ട് അങ്ങനെ നമുക്ക് പാടാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ചേച്ചിക്ക് ഏതാ ശരിക്കും കൂടുതൽ കംഫർട്ട്? രണ്ടിലും നിന്നിട്ടുള്ള ആളാണ് ചേച്ചി. അപ്പൊ അതാണോ ഇതാണോ കൂടുതൽ കംഫർട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഞാൻ റെക്കോർഡിങ്ങിന് ആക്ച്വലി ഒറ്റ ടേക്ക് റെക്കോർഡിങ് ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ. ഞാൻ ആകെ അങ്ങനെ ചെയ്തേക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാനൊരു സിംപ്ലി ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ചെയ്തിരുന്നു. അതില് ലൈവായിട്ട് പാടി വിത്ത് ഇൻസ്ട്രുമെന്റലിസ്റ്റുകളെ ഫീച്ചർ ചെയ്തിട്ട് ലൈവായിട്ട് പാടി. ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ലൈവ് പാടിയിട്ടുള്ളൂ. പക്ഷെ അത് കവേഴ്സ് ആണ്, ഓൾറെഡി കേട്ട് പരിചയമുള്ള പാട്ടാണ് പാടുന്നത്. പക്ഷേ ചിത്രേച്ചി, സുജാതേച്ചി, ജാനകി അമ്മ, സുശീല അമ്മ എന്നൊക്കെ പറഞ്ഞാല് അവര് കമ്പോസറിന്റെ അടുത്തുനിന്ന് പാട്ട് പഠിച്ച് റിഹേഴ്സ് ചെയ്ത് ഒറ്റ ടേക്കില് പാട്ട് പാടി. എന്തെങ്കിലും തെറ്റിയാ പണ്ടൊക്കെ ഒന്നേന്നേ പാടണം. ഒരാൾ ഈവൻ ഇൻസ്ട്രുമെന്റലിസ്റ്റുകളുടെ ഇടയിൽ ഒരാൾ എന്തെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ ഒന്നേന്നേ പാടണം. പക്ഷെ അതൊരു വേറൊരു ലെവൽ ഓഫ് മ്യൂസിക് സ്കൂളിംഗ് ആണ്. അതൊക്കെ നമുക്ക് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ്, കാരണം ഞാൻ വന്നപ്പോഴേക്കും പഞ്ചിങ് സിസ്റ്റം തുടങ്ങി. അപ്പൊ എന്താ വെച്ചാല് ടെക്നോളജി വളരുന്ന അനുസരിച്ച് എല്ലാവരും അത് അഡോപ്റ്റ് ചെയ്യുമല്ലോ. പിന്നെ എന്താ വെച്ചാല് ഹൗ വി കൻ സ്റ്റേ ട്രൂ ടു അവർ ആർട്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ റെക്കോർഡിങ്ങിന് പോയാൽ ഒരു ടേക്ക് ഒരു സ്റ്റാൻസ പാടി കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആവുന്നതും മൾട്ടിപ്പിൾ ലൈൻസ് ഒരുമിച്ച് ഞാൻ പാടുള്ളൂ. ആ ഒരു അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവും, അത് വേറെ എടുത്തേക്കുക എന്നുള്ളതൊക്കെ ചിലപ്പോ. ഇപ്പൊ സ്മൂത്ത് ആയിട്ട് ചെയ്യാനുള്ള വഴികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആവുന്നതും അത് യൂസ് ചെയ്യാണ്ട് ആവുന്നതും നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും നമുക്കത് ചെയ്യാൻ പറ്റും. ആക്ച്വലി കൂടുതൽ ലൈൻസ് അടുപ്പിച്ച് പാടാനും പിന്നെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൽ കറക്റ്റ് ചെയ്യാണ്ട് പാടി കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമവും എല്ലാം മാക്സിമം ആസ് എ സിംഗർ അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. ഇപ്പം പാടുമ്പോ ഹെഡ്ഫോൺസിൽ ചിലവർക്ക് കുറച്ച് എഫക്റ്റ് ഇട്ടിട്ട് അവർ പാടുക. അപ്പൊ പാടുമ്പോ ഒരു സുഖമാണ് പാടാനായിട്ട്, കുറച്ച് എഫക്റ്റ്. ഞാൻ നോർമലി പാടുമ്പോൾ എഫക്റ്റ് ഇടാറില്ല. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് എന്തെങ്കിലും പാടുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ജഡ്ജ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ മാക്സിമം ഓർഗാനിക് ആയിട്ടും റോ ആയിട്ടും പാടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു സൈക്കിളും ഒരു വണ്ടിയും ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പെട്ടെന്ന് നമ്മൾ ആദ്യം വണ്ടി എടുത്തിട്ടല്ലേ പോവാ. അതുപോലത്തെ ചെറിയ ഇപ്പൊ നമ്മളൊരു ടെക്നോളജി വളരുന്ന അനുസരിച്ച് നമ്മൾ ആ ഒരു സർക്കിളിന്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും കുറച്ച് ഡിപ്പെൻഡന്റ് ആണ് ഓൺ ടെക്നോളജി. പിന്നെ ഒരുപാട് പോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സിംപ്ലി ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ചെയ്തത്. അതായത് ലൈവിന്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടല്ലോ, അതിനൊരു ഭംഗിയുണ്ട്. അതപ്പോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ ആ സാധനം ചെയ്തത്. അപ്പം ആവുന്നതും ഐ എം ട്രൈങ് ടു സ്റ്റേ ഓർഗാനിക് ടു മൈ ആർട്ട്, അത്രേ ഉള്ളൂ. അതങ്ങനെ തന്നെ പോട്ടെ. ഇപ്പൊ ലൈവിന്റെ ഇപ്പൊ നമ്മുടെ ലൈവ് കോൺസേർട്സ് ഒക്കെ ചെയ്യില്ലേ, ഇപ്പൊ ലൈവില് നമ്മൾ പാടുന്നു, സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യണ സമയം ഓഡിയൻസിന്റെ ഒരു ഇതെങ്ങനെ പൾസ് എങ്ങനെയാ ചേച്ചി അറിയാം? അതനുസരിച്ച് നമ്മൾ പാട്ടുകളൊക്കെ മാറ്റാനൊക്കെ ശ്രമിക്കോ? പിന്നെ അതായത് ഷോ തീരുമാനിക്കുന്നത് പെർഫോമറേ അല്ല, ഷോ തീരുമാനിക്കുന്ന ഓഡിയൻസ് ആണ്. അത് നമ്മൾ അവർക്ക് വേണ്ടിയാണ് ശരിക്കും, അതൊരു സംശയമില്ല. അത് നമ്മള് നല്ല ക്രൗഡ് ആണെങ്കിൽ അത് ആ ഒരു എനർജി, പിന്നെ അത് എനിക്ക് ലൈവ് ഷോസ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യണ ഒരാളാണ്. എനിക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇസ് മൈ ടെമ്പിൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നല്ല ക്രൗഡും കൂടി ആണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് വേറൊരു വൈബാണ്. ഭയങ്കര നമ്മൾ പാടുന്നതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ക്രൗഡ് ആണെങ്കിൽ ഇറ്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹൈ ആണത് ശരിക്കും. അപ്പൊ അവർക്ക് എന്താണോ വേണ്ടത് നമ്മളിങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. പക്ഷെ അതേ സമയത്ത് ചില സ്ഥലത്ത് പോകുമ്പോൾ വെറുതെ കൈയും കെട്ടി മസിലും പിടിച്ചിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും പരിപാടി തീർത്ത് വീട്ടിൽ പോയാൽ മതി എന്ന് നമുക്ക് തോന്നും. അപ്പൊ ശരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഓഡിയൻസ് ആണ്. ഇഫ് ദി ഓഡിയൻസ് റിസെപ്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസ് ആണെങ്കിൽ അതിന്റെ ഒരു വ്യത്യാസം ആ പെർഫോമർ സ്റ്റേജിൽ പാടുന്നതിലൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ നോട്ട് ചെയ്യണല്ലോ ഇവരുടെ എന്താണ്, ഇവർ ഏത് രീതിയിലാണ് ഇരിക്കുന്നതെന്നൊക്കെ. അതും ഒരു വേറൊരു നാക്കാണ് കേട്ടോ. അത് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഒരിക്കലും സ്റ്റുഡിയോ സിംഗിങ്ങിൽ അത് കിട്ടില്ല. എത്ര നല്ല പെർഫെക്റ്റ് ടെക്നിക്കൽ സിംഗർ ആണെന്ന് പറഞ്ഞാലും നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ഓഡിയൻസിന് എന്താണോ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു പെർഫോമറിന്റെ ലക്ഷണമാണ്. ബിക്കോസ് വി ആർ ദെയർ ടു പെർഫോം ഫോർ, നമ്മുടെ കഴിവ് കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ അവിടെ നിൽക്കണേ, ഓഡിയൻസിന് വേണ്ടിയാണ്. അവരവിടെ വരുന്നത് നമ്മുടെ പാട്ട് കേൾക്കാനും കുറച്ചു നേരം റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനുമാണ്.
അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദി ഷോ, ഇപ്പോൾ പബ്ലിക് ഷോ ആണെങ്കിൽ അവർക്ക് എന്ത് ടൈപ്പാണോ വേണ്ടത് അങ്ങനത്തെ പാടുക. അതുപോലെ ഒരു ഇൻവൈറ്റഡ് ക്രൗഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഇൻറ്റിമേറ്റ് ഗ്യാതറിങ് ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലത്തെ പാട്ടുകൾ പാടുക. അപ്പോൾ ദാറ്റ് ഈസ് അങ്ങനെ അത് വർക്ക് ആവുള്ളൂ, അങ്ങനെ ഒരു പെർഫോമറിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് കോമ്പറ്റീഷൻ പോലെ പാടിയിട്ട് കാര്യമില്ല. ചേച്ചിക്ക് ഇപ്പൊ ഒരു ചേച്ചിയുടെ ഓൺ ഇപ്പൊ ഒരു കോൺസെർട്ട് ഒക്കെ നടത്താനുള്ള അത്രയും പാട്ടുകളായിട്ടുണ്ട്. എപ്പൊ ഞങ്ങൾക്ക് കാണാൻ പറ്റും ജോസ്നാസ് കോൺസെർട്ട് എന്ന് പറഞ്ഞാൽ എപ്പൊ കൊച്ചിയില് വരുമ്പോ ഞാൻ വിളിച്ച് പറയാൻ വരണട്ടാ. അപ്പൊ പ്ലാൻ ഉണ്ട് അല്ലേ? ആ കോൺസെർട്സ് പിന്നെ എപ്പോഴും ചെയ്യലുണ്ടല്ലോ. കോൺസെർട്സ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയാല് ത്രൂ ഔട്ട് ദ ഇയർ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് പെർഫോമൻസസ് ആണ്. അതിൻ്റെ കൂടെ റെക്കോർഡിങ്സും പിന്നെ ഇതുപോലെ എൻ്റെ ഒറിജിനൽ വർക്കും എല്ലാം ഉണ്ട്. പക്ഷെ മെജോറിറ്റി സ്റ്റേജ് പെർഫോമൻസസ് ആണ് ചെയ്യുന്നത്. AR റഹ്മാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അവിടേക്ക് എത്താനായിട്ട് കുറച്ച് പാടാണ് എന്നുള്ളത്. അതിലെന്തായി ചേച്ചി ഒരു നത്തിങ് ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് ഫ്രം കമ്മിങ് ടു യു, വരാനുള്ളത് വഴി പക്ഷെ എത്ര വന്നാലും ഒരു പോയിന്റിൽ നമുക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. അപ്പൊ ആ ഒരു ടൈം ചേച്ചി എന്തായിരുന്നു, ചേച്ചിയുടെ പ്ലാൻസ് എന്തൊക്കെയായിരുന്നു? ഞാൻ ഡൗണൊക്കെ ആവാറുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ശ്രീകാന്തിനെ ഇന്റർവ്യൂ ചെയ്താൽ മതി, വളരെ നല്ല സത്യങ്ങളൊക്കെ പുറത്തു വരും. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്ത്. മറ്റത് എപ്പോഴും ഇങ്ങനെ അച്ഛൻ അമ്മ അവരിങ്ങനെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചില സം ആൻസേഴ്സ് കം ടു അസ്, ചില സൈൻസ് ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓൾറെഡി ഞാൻ ചേച്ചിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് ഒറ്റ സ്ക്രോളിൽ സാധനം തീർന്ന്, അപ്പൊ ഞാൻ